ജിയോജിബ്രയിലെ സിമെട്രിക്കൽ ട്രാൻസ്ഫോർമേഷൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ സിമെട്രിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് പഠിക്കുന്നു. ലൈൻ സമമിതി, റൊട്ടേഷൻ സമമിതി, സ്കെയിൽ ഘടകം ഉപയോഗിച്ച് സ്ഥാനവും വലുതാക്കുന്നതും പഠിക്കുന്നു. ട്യൂട്ടോറിയൽ ഉപയോഗിക്കുന്നതിനായി ജിയോജിബ്രയുടെ അടിസ്ഥാന പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പ്രസക്തമായ ട്യൂട്ടോറിയലുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് OS പതിപ്പ് 11.10, ജിയോജിബ്ര പതിപ്പ് 3.2.47. ഇനി പറയുന്ന ജിയോജിബ്ര ടൂളുകൾ ഇതിനായി ഉപയോഗിക്കാം. Reflect object about line, rotate object around point by angle, dilate object from a point by factor, semicircle through 2 points, regular polygon, perpendicular bisector. എന്താണ് ട്രാൻസ്ഫോർമേഷൻ? സിമെട്രിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒരു ജ്യാമിതീയ രൂപം പ്രതിസമതയോടെ പരിവർത്തനം ചെയ്യുക എന്നതാണ്. കോർഡിനേറ്റ് തലങ്ങളിൽ സ്ഥാനം, വലിപ്പം, ആകൃതി മാറ്റാവുന്നതാണ്. യഥാർത്ഥ രൂപത്തിനെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നു. രൂപാന്തരപ്പെട്ട രൂപങ്ങൾക്ക് ഇമേജസ് എന്ന് പറയുന്നു. റിഫ്ലക്ഷൻ സിമെട്രി, ലൈൻ സിമെട്രി എന്നും അറിയപ്പെടുന്നു. ഈ സമമിതി പകുതി മറ്റേ പകുതിയിൽ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇമേജുകളും രണ്ട് പകുതികളായി കൃത്യമായി ചേർക്കുവാൻ കഴിയും. ലൈൻ സമമിതിയിലെ ലൈൻ രൂപത്തിൽ പ്രതിഫലിക്കുന്ന രേഖയാണ്. ജിയോജിബ്ര വിൻഡോ മാറ്റുക. ഡാഷ് ഹോമിലെ മീഡിയ ആപ്ലിക്കേഷനിലെ ടൈപ്പ് എന്നതിൽ എഡ്യൂക്കേഷനിലെ ജിയോജിബ്ര തിരഞ്ഞെടുക്കുക. ഈ ട്യൂട്ടോറിയലിൽ ഞാൻ ആൾജിബ്രിക് വ്യൂ ക്ലോസ് ചെയ്യുന്നു. ആൾജിബ്രിക് വ്യൂ ക്ലോസ് ചെയ്യാനായി ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ലൈൻ ഓഫ് സിമെട്രി തുടങ്ങാം. ആദ്യം ഒരു സമഭുജ ത്രികോണം വരയ്ക്കാം. ടൂൾബാറിൽ നിന്നും റെഗുലർ പോളിഗോൺ തിരഞ്ഞെടുക്കുക. ഡ്രോയിംഗ് പാഡിൽ AB എന്നീ പോയിന്റുകൾ ക്ലിക്ക് ചെയ്ത് വശങ്ങളിൽ 3 എന്ന് നൽകുക. ഒരു സമഭുജ ത്രികോണം ABC വരച്ചു. ഈ ത്രികോണത്തിന്റെ വശങ്ങളിൽ ഒന്നിലേക്ക് ലംബമായി ബൈസെക്ടർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ടൂൾ തിരഞ്ഞെടുക്കുക. AC എന്ന വശം ക്ലിക്ക് ചെയ്യുക. പോയിന്റ് ടൂൾ തിരഞ്ഞെടുത്ത് ത്രികോണത്തിന്റെ ഉള്ളിൽ വയ്ക്കുക. D എന്ന പോയിന്റ് അഗ്രങ്ങളിൽ ഒന്നിനു നേരെ ആയിരിക്കും. D എന്ന പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രേസ് ഓൺ തിരഞ്ഞെടുക്കുക. ടൂൾബാറിൽ നിന്നും റിഫ്ലക്ട് ഒബ്ജക്റ്റ് അബൌട്ട് ലൈൻ എന്ന ടൂൾ തിരഞ്ഞെടുക്കുക. പോയിന്റ് D യിൽ ക്ലിക്ക് ചെയ്യുക. ഇത് പോയിന്റ് D എടുത്തു കാണിക്കുന്നു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ക്ലിക്ക് ചെയ്യുക. ലംബമായ ബൈസെക്ടറിന്റെ മറുഭാഗത്ത് D യുടെ ഒരു ഇമേജ് പ്രതിഫലിക്കുന്നു. D എന്ന ബിന്ദുവിന്റെ മിറർ ഇമേജ് ആണ് D'. D എന്ന പോയിന്റിന് ട്രേസ് ഓൺ കൊടുക്കുക. മൂവ് ടൂൾ ഉപയോഗിച്ച് ത്രികോണം D എന്ന പോയിന്റോട് കൂടെ നീക്കുക. ടൂൾബാറിൽ നിന്നും മൂവിന് താഴെയുള്ള ആദ്യ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ത്രികോണം വലിച്ചിടുക. മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചത്? ഇവിടെ രേഖാസമമിതി ലംബമായ ഒരു ബൈസെക്ടർ ആണ്. D എന്നത് ഒബ്ജക്റ്റും D' ഇമേജുമാണ്. ഈ രേഖയിൽ ഒരു അർദ്ധവൃത്തം പ്രതിഫലിപ്പിക്കുവാൻ അനുവദിക്കുക. ഒരു അർദ്ധവൃത്തം വരയ്ക്കുക. സെമിസർക്കിൾ ത്രൂ 2 പോയിന്റ്സ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പോയിന്റ് E, F എന്നിവ അടയാളപ്പെടുത്തുക. സെഗ്മെന്റ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. G, H എന്നീ പോയിന്റുകൾ അടയാളപ്പെടുത്തുക. ലൈൻ വരയ്ക്കുക. ലൈനിന്റെ പ്രോപ്പർട്ടി മാറ്റുക. ലൈനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എന്നതിലെ സ്റ്റൈലിൽ പോയി ചേഞ്ച് സ്റ്റൈൽ എന്നത് ക്ലിക്ക് ചെയ്യുക. ടൂൾബാറിൽ നിന്ന് റിഫ്ലക്ട് ഒബ്ജക്റ്റ് അബൌട്ട് ലൈൻ തിരഞ്ഞെടുക്കുക. അർദ്ധവൃത്തം EF ക്ലിക്ക് ചെയ്യുക. ലൈൻ GH ക്ലിക്ക് ചെയ്യുക. ഇത് GH നു മറുവശത്തായി E'F എന്ന ഒരു ചിത്രം പ്രതിഫലിപ്പിക്കുന്നു. ഈ രൂപം എങ്ങനെയായിരിക്കും? ഇത് ഒരു വൃത്തം പോലെ കാണപ്പെടുന്നു. ഈ ഫയൽ സേവ് ചെയ്യുക. ഫയൽ എന്നതിലെ സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ലൈൻ സിമെട്രി എന്ന് ടൈപ്പ് ചെയ്യുന്നു. ലൈൻ ഡാഷ്
സിമ്മട്രി. സേവിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി റൊട്ടേറ്റ് ദ ഒബ്ജക്റ്റ് അറൗണ്ട് എ പോയിന്റ് ബൈ ആംഗിൾ എന്നത് പഠിക്കാം. റൊട്ടേഷൻ എന്നതിന്റെ നിർവചനം. റൊട്ടേഷൻ അഥവാ ഭ്രമണം എന്നത് ഒരു ഒബ്ജക്റ്റ് ഒരു കോണിൽ ഒരു നിശ്ചിത കേന്ദ്രത്തിന് ചുറ്റും പരിവർത്തനം ചെയ്യുക എന്നതാണ്. ആ ഒബ്ജക്റ്റ് മാറ്റമില്ലാതെ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതിന് റൊട്ടേഷൻ സമമിതി ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഡിഗ്രി അളവിനും ഒബ്ജക്റ്റ് തിരിക്കുവാൻ കഴിയും. റൊട്ടേഷൻ ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ചെയ്യാവുന്നതാണ്. ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ തുറക്കാം. ഫയൽ എന്നതിലെ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ചതുരം നിർമ്മിക്കാം. ടൂൾബാറിൽ നിന്ന് റെഗുലർ പോളിഗോൺ എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. ഡ്രോയിംഗ് പാഡിൽ ക്ലിക്ക് ചെയ്യുക. എ, ബി എന്നീ പോയിന്റുകൾ അടയാളപ്പെടുത്തുക. ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നു. ഓകെയിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ചതുരം ABCD വരച്ചു. റൊട്ടേറ്റ് ഒബ്ജക്റ്റ് അറൗണ്ട് എ പോയിന്റ് ബൈ ആംഗിൾ എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. ചതുരം ABCD ക്ലിക്ക് ചെയ്യുക. ഇത് ചതുരം എടുത്തു കാണിക്കുന്നു. അഗ്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ Aയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു. ആംഗിൾ എന്ന ഫീൽഡിൽ 60 എന്ന് ടൈപ്പ് ചെയ്യുക. പട്ടികയിൽ ആദ്യം ഡ്രോപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഘടികാര ദിശയിൽ തിരഞ്ഞെടുക്കുക. ഓകെ ക്ലിക്ക് ചെയ്യുക. ഈ ചതുരം ഘടികാര ദിശയിൽ 60 ഡിഗ്രി കോണായി മാറുന്നു. റൊട്ടേറ്റഡ് ഇമേജ് A', B', C', D' എന്നത് നിർമ്മിച്ചു. മൂവ് എന്ന ടൂൾ ഉപയോഗിച്ച് ഈ ഒബ്ജക്റ്റ് മാറ്റാവുന്നതാണ്. അടുത്തത് ഡയലേറ്റ് അല്ലെങ്കിൽ എൻലാർജ് ഒബ്ജക്റ്റ് ഫ്രം പോയിന്റ് ബൈ ഫാക്ടർ. ഡയലേഷൻ അല്ലെങ്കിൽ എൻലാർജ്മെന്റ് എന്നത് ഒരു പരിവർത്തനം ആണ്. ഒരു ഒബ്ജക്റ്റ് സ്കെയിൽ ഘടകം ഉപയോഗിച്ച് വിശാലമാക്കുന്നു. പോളിഗോൺ എന്ന ടൂൾ ഉപയോഗിച്ച് ഒരു ത്രികോണം വരയ്ക്കുക. ത്രികോണം EFGH പൂർത്തിയാക്കുവാൻ വീണ്ടും E എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ പോയിന്റ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. H എന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. ഡയലേറ്റ് ഒബ്ജക്റ്റ് ഫ്രം പോയിന്റ് ബൈ ഫാക്ടർ എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. ത്രികോണം EFG ക്ലിക്ക് ചെയ്യുക. ഈ ത്രികോണം എടുത്തു കാണിക്കുന്നു. പോയിന്റ് H ക്ലിക്ക് ചെയ്യുക. ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു. നമ്പർ ഫീൽഡിൽ 2 എന്ന മൂല്യം കൊടുക്കുക. ഓകെ ക്ലിക്ക് ചെയ്യുക. ഈ ഒബ്ജക്റ്റ് വലതുവശത്തേക്ക് വിശാലമാകുന്നു. സെഗ്മെന്റ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. H, E, E' എന്നീ പോയിന്റുകൾ കൂട്ടിച്ചേർക്കുക. H, G, G' എന്നീ പോയിന്റുകൾ കൂട്ടിച്ചേർക്കുക. H, F, F' എന്നീ പോയിന്റുകൾ കൂട്ടിച്ചേർക്കുക. ഇവിടെ ഡയലേഷൻ പോയിന്റ് എന്നത് H ആയി നമുക്ക് കാണുവാൻ കഴിയും. ഫാക്ടർ എന്നതിൽ മൂല്യം ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഇഷ്ടാനുസരണം വലുതാക്കാവുന്നതാണ്. ഈ ഫയൽ സേവ് ചെയ്യാം. ഫയൽ എന്നതിലെ സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഫയലിന്റെ പേര് ഡയലേറ്റ് ട്രയാങ്കിൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഡയലേറ്റ് ട്രയാങ്കിൾ. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടെ ഈ ട്യൂട്ടോറിയൽ അവസാനിക്കുന്നു. ഇതുവരെ പഠിച്ചത് ചുരുക്കി പറയാം.
ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ഒരു ലൈനിന്റെ പ്രതിബിംബം ഒരു ഘട്ടത്തിൽ ഒരു ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, സ്കെയിൽ ഘടകം ഉപയോഗിച്ച് ഒബ്ജക്റ്റ് വലുതാക്കുന്നത്. ഇവിടെ ഒരു അസൈൻമെന്റ്, ഒരു പഞ്ചഭുജം വരയ്ക്കുക. റെഗുലർ പോളിഗോൺ എന്ന ടൂൾ ഉപയോഗിക്കുക. വശങ്ങൾ 5. ഇതിന്റെ ഒരു വശത്ത് ലംബമായി ഒരു ബൈസെക്ടർ വരയ്ക്കുക. പഞ്ചഭുജത്തിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് വരയ്ക്കുക. ട്രേസ് ഓൺ എന്നത് സെറ്റ് ചെയ്യുക. ലംബമായി ബൈസെക്ടറിന്റെ പ്രതിഫലനം ലഭിക്കണം. ഇമേജ് പോയിന്റിൽ ട്രേസ് ഓൺ സെറ്റ് ചെയ്യുക. നിങ്ങൾ സമ്മിതി ശരിയായി തിരഞ്ഞെടുത്തു എങ്കിൽ പഞ്ചഭുജം ശരിയായി കാണാവുന്നതാണ്. ഞാൻ ഒരു ഘട്ടത്തിൽ 135 ഡിഗ്രിയിൽ പഞ്ചഭുജം എതിർ ഘടികാര ദിശയിൽ തിരിക്കണം. 3 എന്ന ഫാക്ടർ കൊടുത്ത് ഒരു ഘട്ടത്തിൽ പഞ്ചഭുജം ഡയലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വലുതാക്കുക. അസൈൻമെന്റ് ഇതുപോലെ കാണപ്പെടുന്നു. ഈ URL-ൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്നത് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഇത് ICT, MHRD തുടങ്ങിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്ന പദ്ധതിയാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്. പങ്കെടുത്തതിന് നന്ദി. IIT ബോംബെയിൽ നിന്നും വിജി നായർ.